Hi all, welcome to Learnwise learning platform. ഇന്നത്തെ ക്ലാസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ ബ്ലോക്ക് 1 ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 ചാപ്റ്റർ ആണ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ബ്രീഫ് ഐഡിയ അബൌട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആയിരുന്നു. ഏതൊക്കെ യൂണിറ്റ്സുകളാണ് വരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് യൂണിറ്റ് 1 സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആൻഡ് ഇറ്റ്സ് മോഡൽസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതൊരു തിയറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അത്യാവശ്യം ഹെഡിങ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ യുവർ ഓൺ വേർഡ്സിലെ കോൺസെപ്റ്റുകളൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ അത്യാവശ്യം എഴുതാവുന്ന ഒരു ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ ഒബ്ജക്റ്റീവ്സിലോട്ട് പോവാം. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ ഡെഫിനിഷൻ, evolution of software engineering, characteristics of software, phases of software development life cycle, software development models. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ ഡെഫിനിഷൻ എന്താണ് പറയുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ ഡെഫിനിഷൻ. യെസ്, നമ്മൾ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസും പ്രൊസീജിയേഴ്സും ഉപയോഗിച്ചുകൊണ്ട് ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, ഇവിടെ IEEE ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. ദ ആപ്ലിക്കേഷൻ ഓഫ് എ സിസ്റ്റമാറ്റിക്, ഡിസിപ്ലിൻഡ്, ക്വാണ്ടിഫയബിൾ അപ്രോച്ച് ടു ദ ഡെവലപ്മെന്റ്, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സോഫ്റ്റ്വെയർ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. സിസ്റ്റമാറ്റിക് ആയിട്ടും ഡിസിപ്ലിൻഡ് ആയിട്ടും മെഷർമെന്റ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഡെവലപ്പ് ചെയ്തെടുക്കുക, അതുപോലെ ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കുക, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക. ആ ഒരു കാര്യങ്ങളിൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ ഡെഫിനിഷൻ പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും പ്രോഗ്രാമിങ്ങും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗും തമ്മിലുള്ള ഡിഫറൻസ്? സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആക്ടിവിറ്റീസ് വരുന്നതാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് വേണ്ടത് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ആണ്. അപ്പം ആ ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ഇത്ര ബഡ്ജറ്റിനുള്ളിൽ വേണം, ഇത്ര ടൈമിനുള്ളിൽ വേണം, അതിന്റെ ഡിസൈൻ ഇങ്ങനെയായിരിക്കണം, അതിന്റെ കോഡിങ് വളരെ സിമ്പിൾ ആയിരിക്കണം, അതിന് ഇത്ര ഡോക്യുമെന്റ് ഒക്കെ വേണം എന്നുള്ളത് ആക്ടിവിറ്റീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. പ്രോഗ്രാമിങ്ങിലോട്ട് പോകുമ്പോൾ ജസ്റ്റ് ഒരു കോഡിംഗ് പാർട്ടാണ്. കാരണം എന്താണ്, അത് കോഡിംഗ് പാർട്ട് മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വേണം എന്നുള്ളതൊക്കെയാണ് വരുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് പ്രോഗ്രാമിങ്ങും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ജസ്റ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ എവല്യൂഷൻ പറയാം. കഥ പോലെ കേട്ടാൽ മതി, അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊന്നുമല്ല. ഏർലി സ്റ്റേജിലൊക്കെ ഒരു സോഫ്റ്റ്വെയർ സൈസ് ഒക്കെ വളരെയധികം സ്മോൾ ആയിരുന്നു. അതുപോലെ തന്നെ അത് ഡെവലപ്പ് ചെയ്തെടുക്കാനും സ്മോളർ ഡെവലപ്പ് ടീം ഉണ്ടായിരുന്നുള്ളൂ. ഒരു സിംഗിൾ പ്രോഗ്രാമർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ പ്രൊസസർ ആണെങ്കിലും അതിന് യൂണി പ്രൊസസർ സിസ്റ്റം ആയിരുന്നു ഉപയോഗിച്ചത്. പിന്നെ ഇതിലേക്ക് വന്നപ്പം സോഫ്റ്റ്വെയറിന്റെ സൈസ് കൂടാനും അതനുസരിച്ച് കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്യാനൊക്കെ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഡിഫറെന്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അതായത് പാസ്കൽ, കൊബോള് പോലെയുള്ള പ്രോഗ്രാമുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി. അപ്പം അങ്ങനെ വരുമ്പം നമുക്ക് വെറുതെ ആ ഒരു ലാംഗ്വേജസ് കൊണ്ടുവന്നാൽ പോരാ, കാരണം അത് സിസ്റ്റമാറ്റിക് ആയിട്ട് അത് കൊണ്ടുവരണം. അപ്പം നമുക്ക് കുറച്ച് അപ്രോച്ചസുകൾ കൊണ്ടുവന്നു. അതാണ് ടോപ്പ് ഡൗൺ അപ്രോച്ചും അതുപോലെ ക്വാളിറ്റി അഷുറൻസ് കോൺസെപ്റ്റും. ഉപയോഗിക്കുന്ന ലാംഗ്വേജസ് അതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്താൽ കൂടി അത് സെക്യൂർ ആണോ എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് കൊണ്ടുവന്നു. പിന്നെ അതുപോലെ തന്നെ അതിന്റെ എസ്റ്റിമേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ സൈസ് കൂടുന്തോറും അതിന്റെ എസ്റ്റിമേഷനിൽ വളരെയധികം ഇമ്പോർട്ടൻസ് വരും. കാരണം അതിന്റെ കോസ്റ്റ് ഇൻക്രീസ് ആവും, അതുപോലെ ടൈം കൂടുതൽ എടുക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. ആ ഒരു എസ്റ്റിമേറ്റഡ് പ്രോസസ്സും ഇതിൽ കൊണ്ടുവന്നു. പിന്നീടാണ് എന്ത് വന്നത്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഏരിയ കൊണ്ടുവന്നു. ഇപ്പം സാധാരണ ഒരു പ്രോഗ്രാം ടീം ഉണ്ടെങ്കിൽ കൂടി അതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ കമ്പനീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനാണ് സോഫ്റ്റ്വെയർ ഹൗസ് എന്ന് പറയും കേട്ടോ. അപ്പം അങ്ങനെയുള്ള ഒരു അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി. അതായത് ക്ലയൻസ് ആണെങ്കിൽ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബിസിനസ് അനലിസ്റ്റ് വേണം, പിന്നെ ഡെവലപ്പ് ചെയ്യാൻ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ടീം, ടെസ്റ്റേഴ്സ് ആണെങ്കിൽ അങ്ങനെ വേണം. അപ്പം ഓരോ ഏരിയയിലും ഇന്ന ആള് എന്നുള്ള രീതിയിലോട്ട് ചിന്തിക്കാൻ തുടങ്ങി. പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യും തോറും അവന്റെ എൻവയോൺമെന്റിൽ വ്യത്യാസങ്ങൾ വരുമല്ലോ. അപ്പം ഓട്ടോമാറ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വേണ്ടി വന്നു, ടെക്നോളജീസിൽ വ്യത്യാസം വന്നു. അപ്പം കമ്പ്യൂട്ടിംഗ് എൻവയോൺമെന്റ്സിൽ ചേഞ്ചസ് വന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് കോൺസെപ്റ്റ്സുകളെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, പിന്നെ വരുന്നതാണ് കേസ് ടൂൾസ് എന്ന് പറഞ്ഞത്. കേസ് ടൂൾസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എയ്ഡഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ്. ഈ ഒരു ടൂളിനെ പറ്റിയിട്ട് തന്നെ ഒരു മൊഡ്യൂൾ ഉണ്ട്, അത് പഠിക്കുന്നുമുണ്ട്. അപ്പം ആ ഒരു കോൺസെപ്റ്റും കൊണ്ടുവരുവാണ് ചെയ്തത്. ഓട്ടോമേറ്റഡ് ആയിട്ട് ചെയ്യുക, സ്ട്രക്ചേർഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിനൊക്കെയാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നത്. ഓക്കെ,
സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ട്രെൻഡ് എന്ന് പറയുന്നത് അത് റീയൂസ് ചെയ്യാനും അതുപോലെ തന്നെ അത് റിലയബിൾ ആയിട്ടിരിക്കണം, അതിന്റെ സ്കെയിലബിലിറ്റി എല്ലാം നല്ല കറക്റ്റ് ആയിട്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുന്നുണ്ട്. ഓക്കെ, മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറെ തെറ്റിദ്ധാരണകൾ വരൂലേ? കാരണം സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ എല്ലാം എടുത്തു പിടിച്ചു എന്ന് പറയണ പോലെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ഇത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് എറേഴ്സ് കറക്റ്റ് ചെയ്യാൻ ഈസിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആണോ? അല്ല, ഒരിക്കലും കറക്റ്റ് അല്ല. കാരണം അതിനു വേണ്ടി നമുക്ക് ടൈം എടുക്കും. അത് എന്താണ്, എവിടെയാണ് എറർ സംഭവിച്ചത്, ആ റിസ്ക് നമുക്കത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് സ്റ്റഡി നടത്തേണ്ടി വരും. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തെടുത്താലും അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തെടുത്ത് പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ ക്ലയന്റ് ഉദ്ദേശിച്ച രീതിയിൽ അല്ലെങ്കിൽ അത് വീണ്ടും ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ പറയേണ്ടിയിരിക്കുന്നു. ഓക്കെ, അതുപോലെ ഒബ്ജക്റ്റീവ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് അല്ല അല്ലെങ്കിൽ ഒരു ഗോൾ അല്ല എങ്കിൽ അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കത് യൂസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആ ഒരു സോഫ്റ്റ്വെയർ ഫ്ലോപ്പിലേക്ക് എത്തും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ മാൻ പവർ കൂടുമ്പം അതനുസരിച്ച് നമുക്ക് ക്വാളിറ്റി ആയിട്ടുള്ള സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് എത്രയും പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതിലല്ല കാര്യം. ടൂൾസ്, ടെക്നോളജിയിലുള്ള ഡിഫറൻസ്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഈ ഒരു നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഓക്കെ, കുറച്ച് സോഫ്റ്റ്വെയർ സ്റ്റാൻഡേർഡ്സ് പരിചയപ്പെടുത്താം. നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ്, അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒബ്ജക്ട് മാനേജ്മെന്റ് ഗ്രൂപ്പ്, കോമൺ ഒബ്ജക്ട് റിക്വയർ ബ്രോക്കർ ആർക്കിടെക്ചർ. ഇത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റാൻഡേർഡ്സുകളാണ്. ഓരോ ഡെഫിനേഷൻസും നിങ്ങൾ കൊണ്ടുവന്ന് വായിച്ചിട്ടുണ്ടാവുമല്ലോ. ഇന്റർനാഷണൽ ബേസ്ഡ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്സുകളും വരുന്നുണ്ട്. അതാണ് ഒബ്ജക്ട് മാനേജ്മെന്റ് ഗ്രൂപ്പ്. അതുപോലെ തന്നെ ഒബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് വരുന്ന സ്റ്റാൻഡേർഡ്സുകൾ കൊണ്ടുവന്നത് കോർബ്ര എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ടീമാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞേ ഉള്ളൂ. അടുത്തതാണ് മറ്റ് എഞ്ചിനീയറിംഗ് പ്രൊഡക്ട്സിൽ നിന്നും സോഫ്റ്റ്വെയർ എങ്ങനെയാണ് വ്യത്യാസമായിട്ട് വരിക. ഒരു എഞ്ചിനീയറിംഗ് പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് സോഫ്റ്റ്വെയറിലാണെങ്കിൽ ചേഞ്ചസ് എപ്പോഴും വേണ്ടി വരും. കാരണം അതിനകത്ത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? പിന്നെ സോഫ്റ്റ്വെയർ നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം അത് ജസ്റ്റ് ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ അതിന്റെ ഇന്റർഫേസ് മാത്രമേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. അതിന്റെ കോഡിംഗ് എന്താണ്, അതിന്റെ ഡിസൈനിങ് എങ്ങനെയാണ്, അതൊന്നും നമുക്ക് വേണമെന്ന് ഇല്ല. ഓക്കെ, പിന്നെ സോഫ്റ്റ്വെയർ ഫെയിൽഡ് ആവും ഇല്ലേ? കാരണം എങ്ങനെയാണ്, അത് കറക്റ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ അത് പ്രശ്നമാണ്. നമ്മൾ വിചാരിച്ച അത്ര ഫീച്ചേഴ്സ് വന്നില്ലെങ്കിൽ അത് പ്രശ്നമായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പം എന്താണ്, സോഫ്റ്റ്വെയർ ഫെയിൽ ആവാൻ ചാൻസ് കൂടുതലായിരിക്കും. എഞ്ചിനീയറിംഗ് പ്രൊഡക്ട്സ് പെർഫെക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും, പക്ഷെ സോഫ്റ്റ്വെയർ നമുക്ക് 100% പറയാൻ പറ്റില്ല. കാരണം അത് ഒരിക്കലും 100% ബഗ് ഫ്രീ ആയിരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ജസ്റ്റ് പറയുന്നത്. അതുപോലെ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് രണ്ടിന്റെയും ഡിഫറെന്റ് പാരാമീറ്റേഴ്സിലായിരിക്കും വരുന്നത്. പിന്നെ സോഫ്റ്റ്വെയർ ആണെങ്കിൽ നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പൊ മെസ്സഞ്ചർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സെൻഡ് ആൻഡ് റിസീവ് മെസ്സേജസും അതുപോലെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ, കോൺസെപ്റ്റ്സ് ഒക്കെ സെയിം ആണല്ലോ. മറ്റ് ആപ്ലിക്കേഷനിലും ഇതേ പ്രൊസീജിയർ ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ റീയൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ കറക്ഷൻ ഓഫ് ബഗ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയറിൽ ഒരുപാട് സമയം എടുക്കും. ബട്ട് എഞ്ചിനീയറിംഗ് പ്രൊഡക്ട്സിലൊക്കെ, നോർമൽ എഞ്ചിനീയറിംഗ് പ്രൊഡക്ട്സിലൊന്നും അത്രയും കാര്യങ്ങൾ വരുന്നില്ല. ഇനി എന്തിനാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഇത്ര ഇമ്പോർട്ടന്റ് ആവാൻ കാരണം? കാരണം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്, ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് എറേഴ്സ് കൂടാം. എന്തുകൊണ്ടാണ് അതിന്റെ സോഫ്റ്റ്വെയറിന് ഇത്രയും കോസ്റ്റ് കൂടുന്നത്? അതിന്റെ ഡിസൈൻ അപ്രോച്ച് എന്താണ് ഇത്രയും അപ്രോച്ച് എങ്ങനെയാണ് ഇങ്ങനെ വരുന്നത്? അതിൽ ഏത് ബെസ്റ്റ് എടുത്താലാണ് നമുക്ക് ആ സോഫ്റ്റ്വെയർ നല്ല രീതിയിൽ കിട്ടുക? എറേഴ്സ് ഉണ്ടെങ്കിലും അതിനെങ്ങനെ റിക്കവർ ചെയ്തെടുക്കാം? പിന്നെ അതുപോലെ തന്നെ അതിന്റെ റിസ്ക് ഫാക്ടർ എങ്ങനെയാണ്, ആ റിസ്ക് എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാം? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ ഓരോ കോൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിലൊന്നാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും പ്രോസസ് ആണ്, അല്ലെ? ഒരു ഏരിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ ഏരിയയിലേക്ക് തിരിച്ച് വരുന്നത്. ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ആ പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ അത് തിരിച്ച് അത് എങ്ങനെയാണ് അത് ഡെലിവർ ചെയ്ത് വരുന്നത് എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യുന്നതാണ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളും ഇത് തന്നെയാണ്. ഒരു ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടി ഡിഫറെന്റ് സ്റ്റേജസ്
ഇവിടെയുണ്ട്. മെയിൻ ആയിട്ടുള്ള ഒന്നാണ്. അതിൽ ഏതൊക്കെയാണ് ആ സ്റ്റേജ് എന്നുള്ളത് ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. റിക്വയർമെന്റ് അനാലിസിസ്, ഡിഫൈനിങ്, ഡിസൈനിങ്, കോഡിംഗ്, ടെസ്റ്റിംഗ്, ഡിപ്ലോയ്മെന്റ്, മെയിൻ്റനൻസ്. ഓക്കെ, ഏതൊക്കെയാന്ന് ഒന്നോടെ ഒന്ന് നോക്കാം. റിക്വയർമെന്റ് അനാലിസിസ്, ഡിഫൈനിങ്, ഡിസൈനിങ്, കോഡിംഗ്, ടെസ്റ്റിംഗ്, ഡിപ്ലോയ്മെന്റ്. ഇനി ഓരോ സ്റ്റേജും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് പ്ലാനിങ് ആൻഡ് റിക്വയർമെന്റ് അനാലിസിസ്. ഈ ഒരു ഹെഡിങ്ങിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ എന്താണെന്നുള്ളത്. ഒരു ഫോർ എക്സാമ്പിൾ, ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിനകത്ത് നമ്മുടെ രജിസ്ട്രേഷൻ ഏരിയയിലോട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം അതിൽ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുമ്പം അതിൽ ആദ്യം വേണ്ടത് എന്താണ്? ക്ലയന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പം ആ ക്ലയന്റ് ഹോസ്പിറ്റൽ ടീമുമായിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നു. ആരൊക്കെ? ബിസിനസ് അനലിസ്റ്റും പ്രൊജക്ട് ഓർഗനൈസറും. ഓക്കെ, അപ്പം അവരൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നു. റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഡെഫിനിഷൻ? യെസ്, ഗ്യാതറിംഗ് ഓഫ് ഡേറ്റയാണ്. ഓക്കെ, ഗ്യാതറിംഗ് ഓഫ് ഡേറ്റയാണ് റിക്വയർമെന്റ് എന്ന് പറയുന്നത്. കസ്റ്റമറിന് എന്താണ് ബിൽഡ് ചെയ്യേണ്ടത്, അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്, അതിൽ ആരാണ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുക. അതാണ് ഈ ഒരു റിക്വയർമെന്റ് അനാലിസിസിൽ വരുന്നത്. പ്ലാനിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിക്കണം, അതുപോലെ എന്തൊക്കെ റിസ്കുകൾ ഇതിൽ വരാം, അതുപോലെ ക്വാളിറ്റി അഷുറൻസിനെ പറ്റിയിട്ട് പ്ലാൻ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഫാക്ടറും ഈ ഒരു സ്റ്റേജിലാണ് സംഭവിക്കുന്നത്. ഇതിലാണ് ആ മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഡിഫൈനിങ് റിക്വയർമെന്റ്സ് ആണ്. പിന്നെ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യനിങ് പോലെ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ മൊഡ്യൂളിന്റെ ലാസ്റ്റ് പഠിക്കുന്നുണ്ട്. ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്വയർമെന്റ്സ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു, ഒരു മീറ്റിംഗ് ഒക്കെ നടത്തി. ഇനി അത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു ഡോക്യുമെന്റേഷൻ രീതിയിലോട്ട് ആക്കുക. ഡോക്യുമെന്റേഷൻ രീതിയിൽ റിക്വയർമെന്റ്സിന് ഒരു പേര് പറയും, അതിനെയാണ് SRS എന്ന് പറയും. അതായത് സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ. അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ വരുന്നുണ്ട്. അത് നിങ്ങൾ വരുന്ന മൊഡ്യൂളിൽ പഠിക്കും. അപ്പം അത് മാത്രം നിങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കിയിരിക്കുക. അത് എന്താണ് ആ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ദ പ്രോഡക്റ്റ് റിക്വയർമെന്റ്സ് ടു ബി കൺസ്ട്രക്റ്റഡ് ആൻഡ് ഡെവലപ്ഡ് ഡ്യൂറിംഗ് ദി പ്രോജക്ട് ലൈഫ് സൈക്കിൾ. ഓക്കെ, അപ്പം ഡിഫൈൻ ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിസൈനിങ് ആണ്. ഡിസൈൻ ചെയ്യുന്നത് ഒരു ഡയഗ്രാമറ്റിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ DFD, അതുപോലെ UML ഡയഗ്രാം, ഇയർ ഡയഗ്രാം, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയഗ്രാംസ് ഉണ്ട്. ഇപ്പം ജസ്റ്റ് പേര് പറഞ്ഞേ ഉള്ളൂ, കമ്മിങ് മൊഡ്യൂൾസിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡിസൈനിങ്ങിലോട്ട് പോകാൻ സാധിക്കുള്ളൂ. എല്ലാ റിക്വയർമെന്റ്സിന്റെയും അനാലിസിസിന്റെയും ഡിസൈൻ കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു നോളജ് ഉണ്ടായിരിക്കണം ഇതിനകത്ത്. അപ്പം ആ ഇൻപുട്സ് വെച്ചിട്ടായിരിക്കും ഈ ഒരു ഡിസൈനിലോട്ട് കസ്റ്റമറിൽ നിന്നുള്ള ആ ഒരു റിക്വയർമെന്റ്സ് എല്ലാം കിട്ടിയതിന് ശേഷമാണ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് ആണ്. ഡെവലപ്പിംഗിൽ എന്തായിരിക്കും? കോഡിംഗ് ആണ് വരുന്നത്. ഏത് ടെക്നോളജി ഉപയോഗിച്ച്, അപ്പൊ റിക്വയർമെന്റ്സിൽ തന്നെ നമുക്ക് വരുന്നുണ്ട് ഏത് ടെക്നോളജിയാണ്, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനാണ് ഉപയോഗിക്കേണ്ടത്, അത് വേർഷനിലെ സോഫ്റ്റ്വെയർ ചെയ്യണം, അല്ലെങ്കിൽ ഏത് എത്ര കോഴ്സ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് വരിക. അപ്പം ഡെവലപ്മെന്റ് ബിഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ പ്രോഗ്രാമിംഗ് എല്ലാം ബിൽഡ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കോഡിംഗ് ആണല്ലോ. അപ്പം അത് ഇംപ്ലിമെന്റ് ചെയ്തെടുക്കണം. അത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? ഡിപ്പെൻഡ്സ് അപ്പോൺ റിക്വയർമെന്റ്സ് ആൻഡ് ഡിസൈൻ. ഈ ഒരു രണ്ട് ബേസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഡെവലപ്പ് ചെയ്തെടുക്കുക. അപ്പം ആ കോഡ് റൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഡിഫറെന്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും പ്രോഗ്രാമിംഗ് ടൂൾസ് ലൈക്ക് കമ്പൈലേഴ്സ് ഉപയോഗിക്കാം, ഇന്റർപ്രറ്റേഴ്സ്, ഡീബഗേഴ്സ്, അതുപോലെയുള്ളതൊക്കെ ഉപയോഗിക്കാം. എന്തിനാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റ് ദി കോഡ്. ജസ്റ്റ് ഇതിന്റെ ഒരു ഐഡിയ ഉണ്ട്. ഡെവലപ്പ് എന്ന് പറയുമ്പോൾ ആ വേർഡിൽ നിന്ന് തന്നെ നിങ്ങൾക്കാണ് ഡെവലപ്പ് ദ പ്രോജക്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് യൂസ്ഡ് ബൈ ദി കോഡ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒന്നാണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജ് ആണ്. അപ്പം റിക്വയർമെന്റ് കഴിഞ്ഞു, അത് ഡിഫൈൻ ചെയ്തു, അതിനൊരു ഡോക്യുമെന്റ് ആക്കി, അതിനുശേഷം അത് ഡിസൈൻ ചെയ്തു, എന്നിട്ട് ആ ഡിസൈൻ ചെയ്തതിനു ശേഷം ഡെവലപ്പ് ചെയ്തു ഡെവലപ്പേഴ്സ്. അത് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? ടെസ്റ്റ് ചെയ്യും. ഓക്കെ, ടെസ്റ്റ് ചെയ്യുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഓരോ മോഡൽസുകൾ ഉണ്ട്. ഈ മോഡലുകൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഡൽസ് അത് വരുന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാം. ഇത് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്ത കോഡ് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ആ ഒരു ഇന്റർഫേസ് കറക്റ്റ് ആയിട്ട് റൺ ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു ആപ്ലിക്കേഷൻ ഫോം ഡിസൈൻ ചെയ്തേക്കുവാണ്, അപ്പൊ അതിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടോ, അങ്ങനെയുള്ള പല ഏരിയകളും ഇതിനകത്ത് വരുന്നുണ്ട് ടെസ്റ്റിങ്ങിൽ. QA ടെസ്റ്റേഴ്സ് ആണ്, QA എഞ്ചിനീയേഴ്സ് ആണ് ഇത് ചെയ്യുന്നത്. അത് പ്രൊഡക്ട്സ് എന്തെല്ലാം ആവശ്യങ്ങളും നീഡ്സ് എല്ലാം അഡ്രസ് ചെയ്തിട്ടുണ്ടോ, അതുപോലെ റിക്വയർമെന്റ് സ്റ്റേജിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇതിന് വേണ്ടിയിട്ട് ഡിഫറെന്റ് ടെക്നിക്സ് വരുന്നുണ്ട്. അതാണ്
യൂണിറ്റ് ടെസ്റ്റിംഗ്, ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ്, സിസ്റ്റം ടെസ്റ്റിംഗ്, ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ വൈസ് ടെസ്റ്റ് ചെയ്യാം, ഓരോ സെഷൻ വൈസ് സെഷൻ മാത്രം ടെസ്റ്റ് ചെയ്യാം. പിന്നെ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഒരു മൊഡ്യൂളും മറ്റൊരു മൊഡ്യൂളുമായിട്ട് അത് കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പം ഫോർ എക്സാമ്പിൾ ഒരു ആപ്ലിക്കേഷൻ ഫോം ഞാൻ അത് ഫില്ല് ചെയ്തതിനു ശേഷം നിങ്ങൾ പ്രിവ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതെന്തോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് എൻ്റർ ചെയ്തത് അത് നമ്മൾ കാണുന്നു അല്ലെ. അപ്പം അത് റിലേറ്റഡ് ആണ്, അത് രണ്ട് മൊഡ്യൂളായിട്ട് നമ്മൾ എടുത്താൽ അത് രണ്ടും റിലേറ്റഡ് ആണ്. അപ്പൊ അതിനെയാണ് നമ്മൾ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ്, അത് എല്ലാ ഡാറ്റ അവിടെ വരുന്നുണ്ടോ, അപ്പം അതാണ് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്, സിസ്റ്റം കറക്റ്റ് ആയിട്ട് അതിനകത്ത് ലോഡ് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അതിൽ ഇൻസ്റ്റാൾഡ് ആവുമ്പോൾ എല്ലാം ഓക്കെ ആണോ, അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റം പ്രോസസർ റാം എല്ലാം ഓക്കെ ആണോ, അപ്പൊ അങ്ങനെയുള്ള ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ സിസ്റ്റം ടെസ്റ്റിംഗിൽ വരുന്നതാണ്. അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലയന്റ് ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ടോ, ഒരു ക്ലയന്റിന്റെ വ്യൂ പോയിന്റിൽ ടെസ്റ്റർ ടെസ്റ്റ് ചെയ്യും. അപ്പൊ അതാണ് അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ സ്റ്റേജിൽ ചെയ്യുന്ന ഒന്നാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു മൊഡ്യൂള് തന്നെ ഈ ഒരു സ്റ്റേജിൽ പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത സ്റ്റേജ് എന്തായിരിക്കും അപ്പം, ഡിപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ബഗ്സും എറേഴ്സും ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമറിന് അത് ഡെലിവർ ചെയ്യുക. ഓക്കെ, അത് സോഫ്റ്റ്വെയർ എപ്പോഴും റിലീസ് ചെയ്യുമ്പം എന്താണ്, കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ടായിരിക്കും അത് ഡിപ്ലോയ്മെന്റിലോട്ട് എത്തിക്കുക. ഓക്കെ, അപ്പം അങ്ങനെ ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ കൂടി പിന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. കാരണം എന്താ, മെയിൻ്റനൻസ് വരാം. കാരണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ റിക്വയർമെന്റ്സ് ചിലപ്പം എന്തെങ്കിലും ഒരെണ്ണം കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് വരാം. ഫോർ എക്സാമ്പിൾ ഒരു ഇൻഷുറൻസിന്റെ ഒരു വെബ്സൈറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പം ആ ഒരു പ്രോജക്റ്റ് എടുക്കുമ്പോൾ ആദ്യം പീപ്പിൾ വൈസ് ഒരു പ്രോജക്റ്റ് ആണ് ഉദ്ദേശിച്ചത്, അത് ഉണ്ടായി ഡിപ്ലോയ്മെന്റിലൊക്കെ ഇട്ടു ഡെലിവർ ഒക്കെ ചെയ്തതിനു ശേഷം പിന്നെ റിക്വയർമെന്റ് മാറുകയാണ്, എനിക്ക് പെറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഇതിനകത്ത് ആഡ് ചെയ്യണം, ഇൻഷുറൻസ് ആഡ് ചെയ്യണം, പിന്നെ അത് കഴിഞ്ഞിട്ട് വെഹിക്കിളിന് വേണ്ടിയിട്ടുള്ളത് ആഡ് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള ഓരോ റിക്വയർമെന്റ്സും വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ഏത് സ്റ്റേജിലാണ്, മെയിൻ്റനൻസ് സ്റ്റേജിലായിരിക്കും അത് വരിക. ഓക്കെ, അപ്പം ഇത്രയും സ്റ്റേജസ് ആണ് എന്തിനകത്ത് വരുന്നത്, നമ്മുടെ SDLCയിൽ വരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഈ ഒരു സ്റ്റേജിന്റെ ബേസിലാണ് നമ്മുടെ ഓരോ മൊഡ്യൂൾസും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് വന്നിരിക്കുക. അപ്പം SDLC എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, ഫസ്റ്റ് റിക്വയർമെന്റ് അനാലിസിസ് വരും, അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഡിഫൈൻ ദ റിക്വയർമെന്റ്സ് ബൈ യൂസിങ് ദി ഡോക്യുമെന്റ് SRS. തേർഡ് സ്റ്റേജിലോട്ട് ഡിസൈനിങ്, ഡയഗ്രാമാറ്റിക്കൽ റെപ്രസെന്റേഷൻ, അതിനുശേഷം ഡിസൈൻ ചെയ്തതിനു ശേഷം ഡെവലപ്പ് ചെയ്തെടുക്കുന്നു, ഡെവലപ്മെന്റ് ബൈ യൂസിങ് കോഡ് ഓർ പ്രോഗ്രാമിംഗ് ടൂൾസ്. പിന്നെ ഡിസൈനിങ് കഴിഞ്ഞതിന് ശേഷം അത് ഡെവലപ്മെന്റ് കഴിഞ്ഞു, ദെൻ ടെസ്റ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റിംഗ് QA ടെസ്റ്റേഴ്സ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് ഉണ്ട്, യൂണിറ്റ് ടെസ്റ്റിംഗ്, ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ്, സിസ്റ്റം ടെസ്റ്റിംഗ്, ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് ഒക്കെ ഇതിനകത്ത് വരുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിപ്ലോയ്മെന്റിലോട്ട് വിടും, ഡിപ്ലോയ്മെന്റ് ഡെലിവർ ടു ദി കസ്റ്റമർ, ദെൻ ലാസ്റ്റ് സ്റ്റേജ് ഈസ് മെയിൻ്റനൻസ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ സെഷനിൽ പറയുന്നത്. അത്യാവശ്യം ഒന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കോൺസെപ്റ്റ് ആണ്. അടുത്ത ക്ലാസ്സിൽ വരുന്ന ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, I hope all you are understood about this class. Thank you.